പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ 3 ദിവസത്തെ ഒരു ധ്യാനത്തിന് വേണ്ടി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരുങ്ങുകയാണ്. ശാലോം ടെലിവിഷനിലൂടെ നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ഈ ധ്യാനം കൂടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 ദിവസം ധ്യാനമുള്ളൂ. രാത്രിയിലാണ്, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയിക്കുക. ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിനമായ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് ഈ 3 ദിവസവും ചിന്തിക്കുന്നത് ആത്മാവ് നമ്മളെ ഏതൊക്കെ മേഖലകളിലാണ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. 1-ാം ദിനമായ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളിൽ, വേദനകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ, തകർച്ചകളിൽ എങ്ങനെയാണ് നമുക്ക് ബലമായി മാറുന്നത്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ആ സഹനങ്ങളെ അതിജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഈ 3 ദിവസ ധ്യാനത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സമൃദ്ധമായ അനുഗ്രഹം ഈ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ഉണ്ടാകും. നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് കണ്ണുകളെ അടച്ച് കരങ്ങൾ യാതനാരവും പിടിച്ച് മനസ്സിലൊരു തീരുമാനം എടുക്കാം. ഈ 3 ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കും, അഭിഷേകം പ്രാപിക്കും എന്ന് തീരുമാനിക്കുക. ശക്തമായ സൗഖ്യം, രോഗികൾക്ക് സൗഖ്യം, പാപികൾക്ക് പാപമോചനം, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയൊക്കെ ലഭിക്കുന്ന വിധത്തിൽ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. അങ്ങനെ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ ശുശ്രൂഷകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ടി വിയുടെ മുമ്പിലായിരിക്കുന്ന, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവമേ, ധ്യാനത്തിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് ശക്തമായ അഭിഷേകം ഓരോരുത്തർക്കും നൽകണമേ. ക്ലാസ് കഴിഞ്ഞുള്ള ആരാധനയിൽ വലിയൊരു അഭിഷേകം ഈ ദൈവജനത്തിൻ്റെ മേൽ അവിടുന്ന് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ, ദൈവവചനം കേൾക്കാൻ ഇവരെ ഹൃദയങ്ങളെ തുറക്കണമേ. ശക്തമായ അഭിഷേകം ഓരോരുത്തർക്ക് ലഭിക്കട്ടെ, കൃപ ഓരോരുത്തർക്ക് ലഭിക്കട്ടെ. യേശുവേ നന്ദി. യേശുവേ, ദുഃഖത്തിലും നിരാശയിലും വേദനയിലും സഹനത്തിലും രോഗത്തിലും കഷ്ടതയിലും ഒക്കെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവെ ഉണർവേൽക്കണമേ. വചനം കേൾക്കാൻ ഹൃദയത്തെ തുറക്കണമേ. വചനം കേൾക്കാൻ മനസ്സിനെ തുറക്കണമേ. ശക്തമായ അഭിഷേകം ഓരോരുത്തരുടെ മേൽ ആവസിക്കട്ടെ. ശക്തമായ കൃപ ഓരോരുത്തരുടെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവെ ആരാധന, 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 ആരാധന. എല്ലാവരും അല്പം ഉച്ചത്തിൽ സ്തുതിക്കാമോ? ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ലജ്ജ കൂടാതെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ വരിക, വരിക പരിശുദ്ധാത്മാവെ. തകർന്ന മനസ്സുകളെ, വേദനയിൽ തളർന്നിരിക്കുന്ന മനസ്സുകളെ ഉണർത്തണമേ. ഉന്മേഷം കൊണ്ട് നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ അവിടുന്ന് സഹായിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. കെട്ടുകളെ പൊട്ടിക്കണമേ. ശക്തമായ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ശക്തമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഓരോ ഹൃദയങ്ങളെ ഉണർത്തണമേ. ഓരോ ഹൃദയങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ ഞെരുക്കത്തിൽ ആശ്വസിപ്പിക്കണമേ. ശരി പരിശുദ്ധാത്മാവെ ആരാധന, 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 ആരാധന. അനേകരെ കർത്താവ് സ്പർശിക്കുകയാണ്. അനേകരെ ഓ ദൈവമേ ഉണർത്തുക. യേശുവേ സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവെ കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം വലിയൊരു ഉണർവ് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കാം, അവരവരുടെ സീറ്റുകളിൽ ഇരിക്കാം. ദൈവവചനം കേൾക്കാം. ബൈബിളുള്ളവരൊക്കെ ബൈബിളൊക്കെ എടുത്തുകൊള്ളുക. നമുക്ക് വചനത്തിന് വേണ്ടി കാതോർക്കാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വലതുകരം ഉയർത്തി എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ നിന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്കാൻ കൊടുത്തിട്ട് നല്ല ജീവനോടെ പറഞ്ഞ് ഉറങ്ങരുത്, ഉണർവോടെ വചനം കേൾക്കണം. പ്രൈസ് ദ ലോർഡ്. ഉറങ്ങരുത്, ഉണർവോടെ വചനം കേൾക്കണം. നമുക്ക് ഈ COVID-19 കാലഘട്ടമാണിത്. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് വാക്കുകളൊക്കെ പഠിച്ചു ഈ കാലഘട്ടത്തിൽ, ഇല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒരുപാട് ഞെരുങ്ങിയ ഒരു സമയമാണ്. ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരുടെ മരണം ചിലരെ തളർത്തിക്കളഞ്ഞു. അതുപോലെ ജോലി നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്.
അതുപോലെ തന്നെ സാമ്പത്തികമായി ഒരുപാട് കടക്കെണിയിലേക്ക് വീണുപോയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. നിലച്ചിരിക്കാതെ വന്ന ഈ മഹാമാരി മൂലം ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് പോലും പിന്നോട്ട് പോയ ആൾക്കാർ കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമ്മൾ വിഷമിക്കരുത്. ഭൂമിയിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം. അത് ദൈവം ഇല്ലാഞ്ഞിട്ടോ ദൈവം നമ്മളെ കാണാഞ്ഞിട്ടോ ഒന്നുമല്ല. ഭൂമിയിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലൂടെയും എല്ലാ സഹനങ്ങളിലൂടെയും വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും പ്രാർത്ഥനയുള്ളവരും പ്രാർത്ഥനയില്ലാത്തവരും സകലരും കടന്നു പോകണം. അത് ദൈവഹിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത് എന്ന് ആമുഖമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട്, അപ്പസ്തലന്മാരോട് പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. വചനം ഒന്ന് കാതോർത്ത് കേട്ടെ. അതിങ്ങനെയാണ്: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇതാണ് എന്നേക്കും എന്ന് വെച്ചാൽ എന്താ? രോഗത്തിലും വേദനയിലും കോവിഡിൻ്റെ കാലഘട്ടത്തിലും അല്ലാത്തപ്പോഴും, ശുശ്രൂഷ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, കുർബാനയ്ക്ക് പോകാൻ പറ്റുമ്പോഴും പറ്റാത്തപ്പോഴും നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കുന്ന ഒരു ആത്മാവിനെ ദൈവം നമുക്ക് തരും. ഇതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. അതൊരു വ്യക്തിയാണ്, വെറും ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയാണ്. വ്യക്തിയുടെ പ്രത്യേകത എന്താ? സാന്നിധ്യമായി നമ്മളെ ഉപദേശിക്കാൻ, നിർദ്ദേശിക്കാൻ, കൈപിടിക്കാൻ, കൂടെ നടക്കാൻ, കൂടെ ഇരിക്കാൻ പറ്റും. അതാണ് വ്യക്തിയുടെ പ്രത്യേകത. നമ്മൾ പറയുന്നത് കേൾക്കാനും തിരിച്ചു പറയാനും ഒക്കെ പറ്റുന്ന സാന്നിധ്യം, അതാണ് വ്യക്തിയുടെ പ്രത്യേകത. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ സഹനത്തിൻ്റെ അവസ്ഥയിൽ, ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കും. നിശ്ചയമായും ആത്മാവ് അത് തള്ളിക്കളയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഈ സഹായത്തിൻ്റെ ബലത്തിലാണ് ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല, കൂട്ടായ്മ ആചരിക്കാൻ പറ്റിയിട്ടില്ല, കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും നമ്മൾ പ്രാർത്ഥനയിലും വചനവായനയിലും ആത്മീയതയിലും നിലനിൽക്കുന്നില്ലേ? അതിന് കാരണം ഈ സഹായകൻ്റെ ബലമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോയ ദിവസങ്ങൾ വന്നിരിക്കാം, ഉണ്ടായിട്ടുണ്ടാകാം. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട സമയം ഉണ്ടാകാം. അടുത്ത സെക്കൻഡിൽ പെട്ടെന്ന് ഉള്ളിലിരുന്ന് ഈ സഹായം പറഞ്ഞു: സാരമില്ലടാ, സാരമില്ലടി, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഇതും കടന്നു പോകും, ഇതിലും മാറ്റം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു. ഇതാണ് നമ്മൾ വായിച്ച് കേട്ട എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കും, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകൻ. ഈ സഹായകൻ്റെ ബലത്തിലാണ് ഈ കൊറോണയെ നമ്മൾ അതിജീവിക്കുന്നത്, ഈ പ്രയാസങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത്. ഇത് സാധാരണ മനുഷ്യരോട് പറഞ്ഞാൽ മനസ്സിലാവുക സഹോദരങ്ങളെ. അവർ ഇപ്പം ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങളുടെ ദൈവം എവിടെയാ? ശുശ്രൂഷ എവിടെയാ? ധ്യാനഗുരുക്കന്മാരെവിടെയാ? ഇതൊക്കെയാണ് ഇന്ന് പലരുടെയും ചോദ്യം. നിങ്ങളുടെ ദൈവം എവിടെയാ? നിങ്ങൾ വലിയ അത്ഭുത രോഗശാന്തി നടത്തിയ ആൾക്കാരല്ലേ, എന്നിട്ടിപ്പോൾ എവിടെയാ? നമ്മളിവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, എങ്ങും പോയിട്ടില്ല. നമ്മളിലുള്ള പരിശുദ്ധാവും നമ്മുടെ കൂടെയുണ്ട്, എങ്ങും പോയിട്ടില്ല. വിശ്വാസിക്കറിയാം ഈ ഭൂമിയിൽ ദൈവം അനുവദിക്കുന്ന ചില സഹനമുണ്ട്. അതിനകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളവരും ഇല്ലാത്തവരും, പ്രാർത്ഥിച്ചവരും രോഗശാന്തി നൽകിയവരും നൽകാത്തവരും ഒക്കെയും അനുഭവിക്കണം. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് കരുതി നമ്മളാരും കർത്താവിനെ തള്ളിക്കളഞ്ഞങ്ങ് പോയി എന്ന് ഇവരാരും വിചാരിക്കേണ്ട. നമ്മളാരും പരിശുദ്ധാത്മാവിൻ്റെ ആ കൂട്ടുകെട്ടിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് അവരാരും വിചാരിക്കേണ്ട. നമ്മളിപ്പോഴും ദൈവത്തിൽ തന്നെ, നമ്മളിപ്പോഴും പരിശുദ്ധാത്മാവിൽ തന്നെ, നമ്മളിപ്പം ത്രിത്വേക ദൈവത്തിൽ തന്നെ വളരുന്ന ദൈവമക്കളാണ്. അത് ചോദ്യം ചെയ്യാൻ അവർക്ക് അവകാശമില്ല. പക്ഷെ വിശ്വാസി, നീ ഒരു കാര്യം ഓർക്കണം: നീ പിന്നോട്ട് പോകരുത്, നിൻ്റെ ജീവിതം നശിപ്പിക്കരുത്, നിൻ്റെ ജീവിതത്തെ നീ പിന്നോട്ടടിക്കരുത്. ഇതും കഴിഞ്ഞു പോകുന്ന ഒന്നാണ്. ഇവിടെയും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അവിടുന്ന് നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ടൊന്നുമില്ല. എന്നേക്കും, എന്നേക്കും എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ നിൽക്കാൻ, ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കാൻ. അത് മറക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കി കാര്യമൊക്കെ കർത്താവ് നടത്തിക്കൊള്ളും. ഇങ്ങനത്തെ ദുരുപദേശവുമായി, ഇങ്ങനത്തെ കാര്യങ്ങളുമായി സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും നേരിട്ടൊക്കെ ഓരോരുത്തർ വരുമ്പോൾ ഒരു കാര്യം ഓർത്തോ: നമ്മൾ ദൈവത്തിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. കുറച്ച് കാലഘട്ടം നമ്മളെയും ഒന്ന് മെരുക്കിയെടുക്കാൻ, വിശ്വാസികളെയും ഒന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ, ദൈവത്തിൽ ആശ്രയമുള്ളവരാക്കി മാറ്റാൻ, സഹനങ്ങളെ എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവോട് ചേർന്ന് നേരിടേണ്ടെന്ന് മനസ്സിലാക്കി തരാൻ ദൈവം നമുക്ക് ഒരുക്കിയൊരു വഴി, അത്രയേ ഉള്ളൂ.
പ്രൈസ് ദി ലോർഡ്. ഇത് അവർക്ക് മനസ്സിലാണെന്ന് നിർബന്ധമില്ല, നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മളിന്നും കർത്താവിന് കൂടെ നിൽക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭാവിയിലേക്ക് നോക്കി തളർന്നിരിക്കരുത്, ഭാവിയിലേക്ക് നോക്കി ഞെരുങ്ങിയിരിക്കരുത്. പരിശുദ്ധാത്മാവാകുന്ന കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയുടെ വചനം പറഞ്ഞ് മുന്നോട്ട് പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തിനെ അതിജീവിക്കാൻ ദൈവം കൂടെയുണ്ട്, എന്തിനേയും പ്രൈസ് ദി ലോർഡ്. അത് മറക്കരുത്. മത്തായിയുടെ സുവിശേഷം, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 28-29 വാക്യങ്ങളിൽ പറഞ്ഞത്, ദൈവം പറഞ്ഞത് ഈ ആശ്വാസത്തിൻ്റെ വചനം ഈ കൂട്ടുകാരൻ നമുക്കിടയ്ക്ക് ഓതി തന്നുകൊണ്ടിരിക്കും, കൂടെ നിന്നാൽ മതി. എന്താ ഓതി തന്നത്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ 29 വാക്യം 28-29, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നമ്മൾ വലിയ സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്, വലിയ രോഗത്തിലും ഞെരുക്കത്തിലുമാണ്. ഏറ്റവും അടുത്ത ഉറ്റവരാണ്, ഉടയവരൊക്കെയാണ് നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് ഈ വചനം ആത്മാവ് നമുക്ക് ബോധ്യമായി ജനിപ്പിക്കുന്നത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ നടുവിൽ, ഞെരുക്കത്തിൻ്റെ നടുവിൽ നമ്മൾ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, പ്രൈസ് ദി ലോർഡ്. വചനം നമ്മുടെ ബോധ്യതലത്തിലേക്ക് കൊണ്ടുവന്ന്, വചനം ഉരുവിട്ട് തന്ന്, വചനം വായിക്കാൻ പ്രേരണ തന്ന്, ആ വചനത്തിലൂടെ ആത്മാവ് പ്രവർത്തിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. ഇത്ര മനോഹരമാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം, ഇത്ര മനോഹരമാണ് അവിടുത്തെ കരുണ. അത് ഏതെങ്കിലും ദൈവം ഇല്ലാത്തവർക്കോ ദൈവത്തെ നിഷേധിക്കുന്നവർക്കോ മനസ്സിലാവുമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ചടങ്ങിന് പള്ളിയിൽ പോയവർക്കും ചടങ്ങിന് കരിസ്മാറ്റിക് ധ്യാനം കൂടിയവർക്കും മനസ്സിലാവുമോ? ഇല്ല. എന്നാൽ നമുക്ക് മനസ്സിലാവും. യഥാർത്ഥ വിശ്വാസിക്ക്, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കുന്നവർക്ക് ഈ ബോധ്യം ജനിക്കും. അവർ അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആണ് അധ്വാനിക്കുന്ന ഒരു ഭാരം, വലിയ ഭാരത്തിലല്ലേ നമ്മൾ. കാരണം എന്താ? ഇനി ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ, ശുശ്രൂഷ നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ, ഭാവിയിൽ എന്താണെന്ന് ഒരു തീർപ്പും തീർച്ചയില്ലാത്ത സമയം, വലിയ ഞെരുക്കം. ഇവിടെ നമുക്ക് കാണാം ദൈവത്തിൻ്റെ ആ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത്. സങ്കീർത്തനം 28:8, സങ്കീർത്തന പുസ്തകം 28 അധ്യായം 8 വാക്യം. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്, തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന ആശ്രയവും. കർത്താവ് സ്വന്തം ജനത്തിന് ശക്തിയാണ്, തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയവുമാണ് അവിടുന്ന്. കർത്താവ് സ്വന്തം ജനത്തിന് ശക്തിയാണ്. അതല്ല അപ്പോസ്തല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തലന്മാരുടെ ജീവിത ചരിത്രം പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലേ? ബലഹീനരായ ആളുകൾ പിന്നീട് ആത്മാവിൻ്റെ ബലം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ. അതേ പരിശുദ്ധാത്മാവ് തന്നെയല്ലേ ഇന്നും നമ്മളിൽ പ്രവർത്തിക്കുന്നത്? അതേ ആത്മാവിൻ്റെ ബലത്തിലല്ലേ ഞാനും നിങ്ങളും ആത്മീയ ജീവിതം നയിക്കുന്നത്? ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്കാൻ കൊടുത്തിട്ടൊന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. അവൻ ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശ മങ്ങിയതായിരിക്കാം, ഭാവിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം ശൂന്യമായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി അവൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുസ്മരിപ്പിക്കും. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം നൽകിയ വാഗ്ദാനങ്ങളെ പുനർവിചിന്തനം ചെയ്യാൻ, വീണ്ടും ഓർക്കാൻ, അതിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ ഈ സഹായകന് പറ്റും. അതുകൊണ്ട് സഹനം മാത്രമല്ല ജീവിതത്തിൽ. നമ്മൾ പണ്ട് പാടുന്നൊരു പാട്ടുണ്ട്, ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്ന് ഓർക്കണം. പ്രത്യാശയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്ന് ഓർക്കണം. പ്രത്യാശയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിത്രം പറഞ്ഞേ ഹല്ലേലൂയ. ജോബിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജോബിൻ്റെ പുസ്തകം അതിന് 2 അധ്യായം 7 മുതൽ 10 വരെ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് ജോബിൻ്റെ മേൽ ആധിപത്യം ചോദിക്കുന്നു. ദൈവം അത് അനുവദിക്കുന്നു. ആത്മാവിൻ്റെ മേൽ ജീവൻ്റെ മേൽ കൈവയ്ക്കരുത്, ബാക്കി മുഴുവൻ നീ ചെയ്തോളാം പറയുന്നു. അങ്ങനെ പെർമിഷൻ കിട്ടി സാത്താൻ നേരെ പോയിട്ട് ജോബിൻ്റെ പണി കൊടുക്കുകയാണ്. അവൻ്റെ ശരീരം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് 2:7 മുതൽ 10 വരെ. സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ജോബിൻ്റെ ശരീരത്തിൽ അവൻ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്ന് പറയുന്ന ഡയലോഗ് എന്നാണെന്നറിയാമോ? ഭാര്യ വന്ന് പറയുന്നത്,
ഇപ്പോഴും നിങ്ങൾ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കും മനുഷ്യ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ കൊറോണ കാലഘട്ടത്തിൽ ചിലർ നമ്മളും അങ്ങനെ പറയാം. ഇപ്പോഴും നീ വിശ്വാസത്തിലും കുർബാനയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലൊക്കെ ഉറച്ചു നിൽക്കുകയാണോ? ഇനി ദൈവം എവിടെ? ദൈവം എന്ത് ചെയ്യുന്നേ പറയണത്? അതൊക്കെ ഉപേക്ഷിക്ക്, എന്നിട്ട് വേറെ വല്ല പണിക്കുമ്പോൾ അങ്ങനെ പറയാം, അങ്ങനെ ചിന്തിക്കാം. ആത്മീയത ഉപേക്ഷിക്കാൻ ഈ സാത്താൻ്റെ പ്രേരണയാൽ പലരും വന്ന് പറയാം. എൻ്റെ സഹോദരങ്ങളെ, പ്രത്യാശ ഇല്ലാത്തൊരു പലരും പറയും. അത് നമ്മൾ കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഉറക്കെ പറ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ ജോബ് വലിയ ഭക്തനായിരുന്നു, പ്രാർത്ഥനക്കാരനായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ജോബിൻ്റെ ഭാര്യ ലെവലാശം ഇതൊന്നും ഇല്ലാത്ത ആളാണെന്ന് ഈ ഡയലോഗിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പ്രതിസന്ധി വന്നപ്പോൾ അത് പോയി, അത്രയേ ഉള്ളൂ. ചുമ്മാ കാറ്റത്ത് ആടയോ എന്ന ഞങ്ങളെ പോലത്തെ വിശ്വാസവും പ്രാർത്ഥനയും ചൈതന്യവും. എന്നാൽ ആത്മാവിൻ്റെ ബലം ഉണ്ടെങ്കിലോ അതല്ല, അതിലും വലിയ പ്രതിസന്ധി വന്നാൽ പിടിച്ചു വയ്ക്കും. അതാ ജോബിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത്. എന്താ ജോബിൻ്റെ ജീവിതം? ജോബ് പറയാണ്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കുകയോ വിസമ്മതിക്കുകയോ പാടില്ല. അതിൻ്റെ പേരിലൊന്നും ജോബ് തൻ്റെ നാവ് കൊണ്ട് തെറ്റ് ചെയ്തില്ല. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തൊരു രഹസ്യമുണ്ട്, ഒരു മർമ്മം. എന്നറിയാമോ? നമ്മളൊരു പ്രതിസന്ധിയിലകപ്പെട്ടാൽ, നമ്മളൊരു കെണിയിലകപ്പെട്ടാൽ, പോട്ടെ പാപത്തിൽ തന്നെ അങ്ങോട്ട് വീണെന്ന് വിചാരിക്കുക. ഒരബദ്ധം പറ്റി, ഒരു അവിഹിത ബന്ധത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു ചതിയിൽ പെട്ടുപോയി, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടക്കാതെ നമ്മൾ ചെയ്ത മാസ്റ്റർ പ്ലാൻ പൊളിഞ്ഞ് കടബാധ്യതയായി. നമ്മളെന്താ ചിന്തിക്കുന്നത്? അങ്ങനെ ഒരു വേദനയിൽ സഹനത്തിലകപ്പെട്ട, അല്ലെങ്കിൽ രോഗം വന്നു, ഒന്നുമല്ല, ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന് നമ്മൾ ആക്സിഡൻറ്റ് തളർന്ന് കിടക്കുകയാണ്. നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല, വന്നുപോയി. ഇപ്പം ഇങ്ങനെയുള്ളൊരു ഞെരുക്കത്തിൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. മാനുഷികമായിട്ട് ഒരു മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഏറ്റവും അടുത്തവർ, അല്ലേ? ഏറ്റവും അടുത്തവരാരാ? ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. എൻ്റെ ഏറ്റവും അടുത്തവർ എന്നെ ആശ്വസിപ്പിക്കും. എന്താ പ്രതീക്ഷിക്കുന്നത്? ഭാര്യ വന്ന് പറയും, സാരമില്ല ചേട്ടാ, ഈ രോഗം വന്നാലും ഈശോ നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഈ രോഗം മാറിക്കൊള്ളും. അല്ലെങ്കിൽ കടബാധ്യതയാണെങ്കിൽ ഭാര്യ പറയാം, സാരമില്ല ചേട്ടാ, നമുക്ക് അബദ്ധത്തിൽ വന്നതല്ലേ, മനഃപൂർവ്വം അല്ലല്ലോ, ഈ കടബാധ്യത വീട്ടാൻ ദൈവം നമ്മളെ കൂടെ നിൽക്കും. സാരമില്ല ചേട്ടാ, കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട, നമുക്ക് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടല്ലോ, നമുക്ക് അധ്വാനിച്ചങ്ങ് ജീവിക്കാന്നേ. അങ്ങനെ ഭാര്യ പറയും, മക്കൾ പറയും എന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സഹോദരങ്ങൾ പറയും എന്നല്ലേ പ്രതീക്ഷിക്കുന്നത്? എന്നാൽ ഈ ഞെരുക്കത്തിൻ്റെ സമയത്തിൽ നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ഭർത്താവ് ഭാര്യ വന്നിട്ട് പറയാ, ഇനി എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, പോയി തൂങ്ങിച്ചത്തൂടെ, പോയി മരിച്ചൂടെ എന്ന് ചോദിച്ചാലോ? ജോബിൻ്റെ ജീവിതത്തിൽ സ്വന്തം ഭാര്യ വന്നിട്ട് ഈ ഡയലോഗ് പറയണത്. ഇപ്പോഴും നിങ്ങൾ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇപ്പോഴും നിങ്ങൾ ആ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്? ഇത്രയൊക്കെ സംഭവിച്ചു, ചാരത്തിലിരുന്ന് ഈ ചുരങ്ങിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ? എന്തൊരു ഡയലോഗ്! എൻ്റെ സഹോദരങ്ങളെ, ആ ഭാര്യയുടെ വാക്ക് കേട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ മനോവേദന എത്ര! ഒന്നാമത് രോഗം വന്നു, പെട്ടെന്നുണ്ടായ തകർച്ചയാണ്, അതിൻ്റെ മാനസിക പീഡ, അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഡയലോഗും ആർക്ക് പിടിച്ചിരിക്കാൻ പറ്റും? എന്നാൽ ജോബിനെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയാ, ചിത്രത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഇതുപോലെ ചിലപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി, നമ്മളൊരു പാപത്തിൽ വീണുപോയി. അതറിഞ്ഞ സഹോദരങ്ങൾ പറയാം, സാരമില്ലടാ, നീ അറിഞ്ഞുകൊണ്ടല്ലോ, ഒരു കെണിയിൽ പെട്ടതല്ലേ, രക്ഷപ്പെടാൻ മാർഗമുണ്ട്, ഉണ്ടോ? അത് കേൾക്കുമ്പോൾ എന്ത് ആശ്വാസമാണ്. എന്നാൽ കുറ്റപ്പെടുത്തലാണെങ്കിലോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും ബന്ധുക്കളും സ്വന്തക്കാരും പ്രിയപ്പെട്ടവരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയത്തെ ചോദ്യം ചെയ്യുമ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ ഒരു കാര്യം ഓർക്കുക, ഈ സ്നേഹിതൻ നമ്മുടെ കൂടെയുണ്ട്. ഈ സ്നേഹിതൻ നമ്മുടെ കൂടെയുണ്ട്. ആരാ? പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ ആത്മാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കണ്ണീര് തുടച്ചു മാറ്റും, അവൻ നമ്മളെ ആശ്വസിപ്പിക്കും, കൂടെ നിന്ന് ഉപദേശിക്കും. വിഷമിക്കണ്ട, പേടിക്കണ്ട, ഇതും കടന്നു പോകും. ഇവിടെ ദൈവം യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്തതെല്ലാം പ്രാപിക്കാൻ നിനക്ക് പറ്റും എന്ന ഉൾബോധ്യത്തിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും, ആത്മാവ് നമ്മളെ നയിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ കാണുന്നത്. ഈ ശക്തി കൊണ്ട് നിറഞ്ഞ അവർ, നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം അതിൽ അവിടെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ഒരുങ്ങും. ആദ്യത്തെ ശക്തമായ പ്രസംഗം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തെഫാനോസ് ശക്തമായിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്, നീണ്ട പ്രസംഗം. ആ പ്രസംഗത്തിനൊടുവിൽ അവരിതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴല്ലോ അവർ ആക്രോശിച്ചു. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54-55 വാക്യങ്ങൾ. അതിങ്ങനെയാണ്: അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി അട്ടഹസിച്ചു, ചെവിപൊത്തി, എന്നിട്ട് അവൻ്റെ നേരെ പാഞ്ഞടക്കിയാണ്.
അവർ പല്ല് കടിച്ച് ഇവൻ്റെ നേരെ അടുക്കുകയാണ്. അങ്ങനെ ഈ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ വലിയ ഞെരുക്കാണ്, എന്ന് വെച്ചാൽ മരണം മുൻപിൽ നിൽക്കുക സഹോദരങ്ങളെ. അതുപോലത്തെ ഒരു സഹനം ഈ സ്റ്റീഫൻ അനുഭവിക്കുകയാണ്. എന്ത് ചെയ്തിട്ടാ? സുവിശേഷം പറഞ്ഞിട്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവവചനം പറഞ്ഞ് അവരുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു. അത്രയുള്ള ചെയ്ത തെറ്റ്, അതിൻ്റെ പേരിൽ ഇദ്ദേഹം അനുഭവിക്കുന്ന വേദന, ഞെരുക്കം, സഹനം അത് ഇദ്ദേഹം വരുത്തി വെച്ചാണോ? ഇത് ദൈവം അറിഞ്ഞിട്ടല്ലേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്? ഈ കോവിഡ് കാലത്തിൽ നമ്മളങ്ങനെ ചിന്തിക്കണം. ഈ സ്റ്റീഫൻ എന്ത് ചെയ്തു? വളരെ ചെറുപ്പക്കാരൻ, ശക്തനായ ശുശ്രൂഷകൻ, എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ മേൽ വരുന്നത് എന്താ? കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ പോവാണ്. ചെയ്ത തെറ്റെന്താ? സത്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തെ ബലപ്പെടുത്തുന്ന ഒരാത്മാവുണ്ട്. നോക്കിയേ, ഇവർ കോപാക്രാന്തരായി പല്ല് കടിച്ച് ഇവൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഇവൻ ചെയ്യുന്ന അവരുടെ നേരെ നോക്കുകയല്ല, പിന്നെയോ സ്വർഗത്തിലേക്ക് നോക്കി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്. അടുത്ത വചനം ഇങ്ങനെയാണ്: സ്തെഫാനോസ് ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോൾ രംഗം കണ്ടു, സ്വർഗം തുറന്നിരിക്കുന്നതും യേശുക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവൻ കണ്ടു. കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മൾ അനുഭവിച്ച് പറയാതിരിക്കാൻ പറ്റും. നിരീശ്വരവാദികളും യുക്തിവാദികളും പലതും പറയും. ഞാനും നിങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ചൈതന്യത്തെ, കോവിഡ് വന്നു, നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ദൈവം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ട്. ഇത് മാറ്റാൻ ദൈവത്തിന് പറ്റാഞ്ഞിട്ടൊന്നുമല്ല. ഇതിൽ നിന്ന് ലോകജനത്തെ മോചിപ്പിക്കാൻ കർത്താവിൻ്റെ കരം ചുരുങ്ങിപ്പോയിട്ടൊന്നുമല്ല. ഇത് ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയാണ്. അത് നടക്കട്ടെ സഹോദരങ്ങളെ. നമ്മൾ ആ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഇതുപോലത്തെ ആൾക്കാർക്ക് ചോദിക്കാൻ പാടില്ലേ? ഈ ചെറുപ്പക്കാരനെ കൊല്ലാതിരിക്കാൻ നിങ്ങളുടെ ദൈവത്തിന് നോക്കാൻ പാടില്ലേ? ഹല്ലേലൂയ. പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണം. നോക്ക്, സ്റ്റീഫൻ്റെ ജീവിതത്തിൽ കോപാക്രാന്തരായി പല്ല് കടിച്ച് അവരിങ്ങോട്ട് വരുമ്പോൾ ആ ജനത്തിൻ്റെ മുഖത്തേക്കല്ല സ്റ്റീഫൻ നോക്കണത്. സ്റ്റീഫൻ നോക്കണത് നേരെ സ്വർഗത്തിലേക്കാണ്. അവിടെ മനോഹരമായ ദർശനം കാണുകയാണ്. അത് കാണിക്കുന്ന ഇവിടെ എഴുതിയിരിക്കുന്ന, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. ഒരു ഹല്ലേലൂയ പറ. സ്വർഗത്തിലേക്ക് നോക്കി. നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കണം. വാട്സാപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മാത്രം നോക്കിയിരുന്നാൽ വിശ്വാസവും പ്രാർത്ഥനയും ആത്മീയതയും ഒക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ സൈസ് ഡയലോഗുകളും കാര്യങ്ങളും പറഞ്ഞാൽ ഓരോരുത്തർ പല്ല് കടിച്ച് നഖവും പല്ലും ഉപയോഗിച്ച് നമ്മളെ കാർന്ന് തിന്നാൻ, സഭയെ കാർന്ന് തിന്നാൻ, നമ്മളെ കൊന്നു കുഴിച്ചു മൂടാൻ വേണ്ടി പാഞ്ഞു വരുന്നത്. അങ്ങോട്ട് നോക്കരുത്. അവരുടെ വാക്കിലേക്ക് നോക്കരുത്. അവരുടെ മുഖത്തേക്ക് നോക്കരുത്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞവരാണ്. നമ്മൾ നേരെ ഉന്നതത്തിലേക്ക് നോക്കുക. ഒരു ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കുക. അവിടെ നമ്മുടെ ദൈവമുണ്ട്. അവിടെ ത്രിത്വൈക ദൈവം വാഴുന്നു. ഉന്നതങ്ങളെ ദൈവം അവിടെ ഉണ്ട്. അവരിതൊക്കെ കേട്ടും കണ്ടും അവിടെ ഇരിപ്പുണ്ട്. നീയൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണമെങ്കിൽ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വരുന്ന ആൾക്കാരെ വേണമെങ്കിൽ കൊല്ലാൻ പാടില്ലേ? തടയാൻ പാടില്ലേ? പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ സ്റ്റീഫൻ അവൻ രക്തസാക്ഷിയായി മരിക്കണമെന്ന് ദൈവഹിതമാണ് സഹോദരങ്ങളെ. ആ രക്തത്തിൽ നിന്ന് 10,000 ഉയർത്താൻ ദൈവം തീരുമാനിച്ചു. അത് തടയേണ്ട ആവശ്യം ദൈവത്തിനുണ്ടോ എന്ന് കരുതി ദൈവം ഇല്ലെന്നാണ് അർത്ഥം. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിന് ശക്തി പോയതുകൊണ്ട് ജോലിയും പോയി എന്നാണ് അർത്ഥം. നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോൾ അവർ മരണത്തിന് രക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിവില്ലായിരുന്നോ എന്ന് ചോദിച്ച് വിശ്വാസം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ കാലങ്ങളെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സ്റ്റീഫൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ പോവാണ്. പട്ടിയെ കൊല്ലും പോലെ കൊല്ലാൻ പോവാണ്. അപ്പം അവൻ മുഖത്തേക്ക്, നാട്ടുകാർ തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തീരും. ലോകത്തിലേക്ക് നോക്കരുത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ നോക്കേണ്ടത് ദൈവത്തിലേക്കാണ്, ലോകത്തിലേക്കല്ല, മനുഷ്യരുടെ വാക്കുകളിലേക്കല്ല, അവൻ്റെ പ്രവൃത്തികളിലേക്കല്ല. ഹല്ലേലൂയ. സ്റ്റീഫന് മനസ്സിലായി ഇവർ പല്ലും കടിച്ച് നഖവും ചെറിയും വിളിച്ച് പാഞ്ഞു വരുന്നത് എടുത്തു പൊക്കി താലോലിക്കാനും ജയ് വിളിക്കാനൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. സ്റ്റീഫനെന്ന് മനസ്സിലായി. പക്ഷേ അവൻ്റെ നോട്ടം മനുഷ്യരിലേക്കല്ല, ദൈവത്തിലേക്കാണ്. അവൻ്റെ നോട്ടം കൊറോണയിലേക്കല്ല, കോവിഡിലേക്കല്ല, ദൈവത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ എന്താ? അവിടുന്നാണ് ശക്തി വരുന്നത്, അവിടുന്നാണ് ബലം വരുന്നത്. ഈ വേദനയിൽ, ഈ സഹനത്തിൽ, ഈ പ്രയാസത്തിൽ, ഈ മരണത്തിന് മുമ്പിൽ എന്നെ പിടിച്ചും ധൈര്യമുള്ളവനായി നിലനിർത്തുന്നത് ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവാണെന്നുള്ള ബോധ്യം ആ പെന്തക്കോസ്തയ്ക്ക് ശേഷം ഈ സ്റ്റീഫൻ എന്നാണ് സഭയിൽ ചേർന്ന് അന്നോട്ട് കിട്ടിയതാണ്. ആ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു, ഉന്നതത്തിലേക്ക് നോക്കി, മനോഹരമായ കാഴ്ച കണ്ടു. എന്താ കണ്ടത്? മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവില്ലാത്ത ദൈവം പോയി മറന്നല്ല കണ്ടത്. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവം
ദൈവം അവിടെ നിൽക്കുന്നു, അവിടെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇതാ യേശുക്രിസ്തു നിൽക്കുന്നു. ഹല്ലേലൂയ. അവൻ വിളിച്ചങ്ങ് പറഞ്ഞു, കണ്ട കാര്യം അപ്പം തന്നെ വിളിച്ച് പറയുക, അതേ ഉള്ളൂ. നമ്മൾ അനുഭവിച്ചതും നമ്മൾ കണ്ടതും നമ്മൾ സ്വീകരിച്ചതുമായ കാര്യങ്ങൾ ധൈര്യമായിട്ട് വിളിച്ച് പറയുക. അതിനെതിരെ പല്ലും ചിരിയും നഖമൊക്കെ ആയിട്ട് ആര് വന്നാലും ശരി, നമ്മൾ കണ്ടത് നമ്മൾ അനുഭവിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? അവൻ കണ്ടത് അവനോട് വിളിച്ച് പറഞ്ഞു. അത് ആത്മാവിൻ്റെ ബലം. മരണത്തിന് മുമ്പിൽ, സഹനത്തിന് മുമ്പിൽ, രോഗത്തിന് മുമ്പിൽ, വേദനയുടെ മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറയാതെ അവിടെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശക്തി തരുന്ന ഈ ആത്മാവിൻ്റെ ബലം വിളിച്ചു പറയാൻ നമ്മളെ സഹായിക്കും. സ്റ്റീഫൻ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ അരികിൽ യേശുക്രിസ്തു നിൽക്കുന്നു ഞാൻ കാണുന്നു. കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജോബിൻ്റെ ആ സഹനം, സ്റ്റീഫൻ്റെ ആ സഹനം, അതിൻ്റെയൊക്കെ മുമ്പിൽ അവർ നിന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബലം. ആ ബലം അവരെ അതിനെ അതിജീവിക്കാൻ പ്രാപ്തരാക്കി മാറ്റി. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ബോധ്യതലത്തിൽ കിടക്കേണ്ടത്. അതായത് എല്ലാവരും ഉപേക്ഷിച്ച്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, എല്ലാവരും ഉപേക്ഷിച്ചു പോയി, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, കളിയാക്കി, വേദനിപ്പിച്ചു, എന്തുമായിക്കൊള്ളട്ടെ, രോഗവും തകർച്ചയും ഒക്കെ വന്ന് എന്തുമായിക്കൊള്ളട്ടെ, മാറാത്തവൻ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ്. അവനൊരു വ്യക്തിയായി നമ്മുടെ കൂടെ നടന്ന് സംസാരിക്കും. നമ്മളെ ദൈവിക ചൈതന്യത്തിൽ ഉറപ്പിച്ചു നിർത്തും. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ഒക്കെ ഉറപ്പിച്ചു നിർത്തും. സഹനങ്ങളെ അതിജീവിക്കാൻ ആത്മശക്തിയാണ് അവൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഈ ആരാധന പ്രാർത്ഥിക്കുന്നത് ഈ സഹനങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ സഹനങ്ങളെ അതിജീവിച്ചു. അതല്ല നമ്മുടെ വിശുദ്ധരൊക്കെ പഠിപ്പിച്ചത്. കൊച്ചുത്രേസ്യയ്ക്ക് അനുഭവിച്ച സഹനം എത്ര വലുതാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലുണ്ടായ വേദന, കഷ്ടത, ഞെരുക്കം എത്ര വലുതാണ്. എങ്ങനെയാണ് പിടിച്ചുന്നത്? ഈ ആത്മബലമാണ്, പരിശുദ്ധാത്മ കൊടുത്ത ബലം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധനയിൽ ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. സഹനങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. രോഗം വരുമ്പോൾ തളർന്നു പോകരുത്. കൊറോണ വരുമ്പോൾ തളർന്നു പോകരുത്. പ്രയാസം വരുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ തളർന്നു പോകരുത്. കൂടെ സഹായകനുണ്ട്. അവൻ നിങ്ങളെ താങ്ങും, അഭിഷേകം ചെയ്ത് ഉയർത്തും, നിലനിർത്തും എന്ന വിശ്വാസബോധ്യത്തിൽ വചനത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മനസ്സ് നീറുകയല്ലേ, മനസ്സ് വേദനിക്കുകയല്ലേ, ആശ്വാസദായകൻ പരിശുദ്ധാത്മാവ് വലിയൊരു കുളിർക്കാറ്റായി വന്ന് നമ്മുടെ മനസ്സിൻ്റെ ഭാരത്തെ മാറ്റും. ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ നിരാശകളെ മാറ്റും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സമൃദ്ധമായ വിഷയം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളെ സുഖപ്പെടുത്താൻ, നമുക്ക് ആശ്വാസം തരാൻ ദൈവം ഇതാൾത്താരിലേക്ക് വരികയാണ്. ദിവികാരുണ്യ രൂപനായി സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്ന് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഇവിടുന്ന് ഗാനം ആലപിക്കുമ്പോൾ സാധിക്കുന്നവർ മുട്ടുമേൽ നിൽക്കുക, അല്ലാത്തവർ എഴുന്നേറ്റ് നിന്ന് നമ്മളെ സുഖപ്പെടുത്തുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കാം. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. നമുക്ക് ഈരടി പാടി ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. ചേർന്ന് പാടി എല്ലാവരും ആരാധിച്ച് കർത്താവിനെ ആരാധിച്ച് പാടട്ടെ. ഇതാ ജീവിക്കുന്നത് നമ്മുടെ മധ്യത്തിൽ, ഇതാ നമുക്ക് ആത്മാവിനെ നൽകുന്നവൻ നമ്മുടെ മധ്യത്തിൽ. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ വലിയൊരു അഭിഷേകം നൽകിക്കൊണ്ട് യേശു നമ്മുടെ മധ്യേ വന്നു നിൽക്കുകയാണ്. ചേർന്ന് പാടി ആരാധിക്കാം. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചേർന്ന് പാടാം. അമ്പവും നീ, ഇടയില്ലാ നാമമേ, കണ്ണുകളടച്ച് അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് എല്ലാവരും ചേർന്ന് പാടാമോ? അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് ഉച്ചത്തിൽ അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഒന്ന് വീശി, ഹല്ലേലൂയ ആമേൻ. കരങ്ങൾ ഉയർത്തി വീശി എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ കുടുംബം ഒരുമിച്ച് ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ആമേൻ. ചേർന്ന് പാടി ഹല്ലേലൂയ. ഹല്ലേലൂയ ഓ ഇതാ മാലാഖമാരുടെ കൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുന്നവരും മുട്ടുകുത്തി നിൽക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തി ഇതാൾത്താരയിൽ നമ്മുടെ കൺമുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കുകയാണ്. വലിയൊരു സൗഖ്യത്തിലേക്ക്, വലിയൊരു വിടുതലിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുന്ന സമയമാണ്. ഈ രാത്രി ദൈവ പൈതലെ, നീ കർത്താവിന് മുമ്പിൽ കണ്ണീരോടെ അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ സൗഖ്യങ്ങളും വിടുതലുകളും മനഃശാന്തിയും അഭിഷേകവും നൽകി കർത്താവ് നിന്നെ ഉയർത്തുന്ന രാത്രി. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, മനസ്സോർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മടി കൂടാതെ, ലജ്ജ കൂടാതെ, അഭിമാനത്തോടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കുക, സ്നേഹത്തോടെ ആരാധിക്കുക. സൗഖ്യം വേണ്ടവർ പ്രാർത്ഥിക്കട്ടെ, വിടുതൽ വേണ്ടവർ പ്രാർത്ഥിക്കട്ടെ, അഭിഷേകം വേണ്ടവർ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, മനസ്സ് മുരടിച്ചിരിക്കുന്ന ജീവിതങ്ങളിലേക്ക്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക്, രോഗത്താൽ തകർന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ യേശുവിന്റെ ചൈതന്യം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ, ഓരോ വ്യക്തികളെ സ്പർശിക്കണമേ. യേശു ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഉച്ചത്തിൽ ഏറ്റുപറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടുംബം ഒരുമിച്ച് എല്ലാവരും ചേർന്ന് പറഞ്ഞേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആസ്വദിക്കും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, ദേശത്ത് വന്ധ്യതയോ ഗർഭചിത്രമോ ഉണ്ടായിരിക്കുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ്സ് നൽകും. ഈ വാഗ്ദാനം ഇന്ന് നമുക്ക് പ്രാപിക്കാനുള്ളതാണ്. ഇത് നമുക്ക് അനുഗ്രഹത്തിനുള്ള വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ വചന ശുശ്രൂഷ കഴിഞ്ഞുള്ള ആരാധനയുടെ നേരത്ത് നമ്മുടെ കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ആരാധിക്കുമ്പോൾ നമ്മുടെ കെട്ടുകൾ കർത്താവ് പൊട്ടിക്കും, ബന്ധനങ്ങൾ കർത്താവ് അഴിക്കും, അന്ധകാരത്തെ നീക്കും,
വലിയൊരു അഭിഷേകത്തെ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക് ഇന്ന് തുറക്കുന്ന രാത്രിയാണ്. ഒരിക്കൽ കൂടെ 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് അതിശക്തമായ അഭിഷേകത്താൽ നിറഞ്ഞ് നമ്മൾ കർത്താവിനെ ആരാധിച്ച് ഗാനമാലപിക്കുന്ന സമയമാണ്. കരങ്ങൾ നന്നായിട്ട് ഉയർത്തുക. കുടുംബത്തിലാണല്ലോ എന്ന് വിചാരിക്കരുത്, സമൂഹത്തിലാണല്ലോ എന്ന് വിചാരിക്കരുത്, അപ്പനും അമ്മയും എൻ്റെ അഴിയിലുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. കുട്ടികളും മുതിർന്നവരും യുവതിവാക്കന്മാരും മാതാപിതാക്കന്മാരും എല്ലാവരും ചേർന്ന് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി അടുത്ത് നിൽക്കുന്ന 8-10 പേർക്കെങ്കിലും കേൾക്കാവുന്നത്ര ഉറക്കെ ചങ്ക് തുറന്ന് മനസ്സ് തുറന്ന് സർവശക്തനായ നമ്മുടെ കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന. കണ്ണുകളടച്ച ഹൃദയം തുറന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. അധരം തുറക്കുക. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും. രോഗികൾ ശക്തമായി സ്തുതിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്, ആരാധിക്കുമ്പോൾ രക്ഷയുണ്ട്, ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യമുണ്ട്, അഭിഷേകമുണ്ട്. സകലങ്ങളിൽ വേദനകളിൽ ആശ്വാസം നൽകുന്ന പരിശുദ്ധ റൂഹ ആരാധന സമയം നിന്റെ ഉള്ളിലേക്ക് കത്തിയിറങ്ങുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല 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 ഹല. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മാവേ ആരാധന, 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 ആരാധന. ആരാധിച്ച് 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 കുടുംബം ഒരുമിച്ച്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്ന പദ്ധതിപ്രകാരം ഒരുമിച്ച് ആരാധിച്ച് ആരാധിച്ച് പാടുന്നു. ഹൃദയം തുറന്ന് കരങ്ങളടിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കട്ടെ. ശക്തിയോടെ, വലിയ സന്തോഷത്തോടെ, വലിയ ആനന്ദത്തോടെ എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. സാധിക്കുന്നവർ കരങ്ങളടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി മാറ്റി ചവിട്ടി വലിയ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കട്ടെ. നന്നായിട്ട് കൈയടിച്ച്, കൊച്ചുകുട്ടികളൊക്കെ നന്നായിട്ട് കൈയടിച്ച്, യുവതിവാക്കന്മാർ കരങ്ങളടിച്ച്, കാർന്നോമാർ കരങ്ങളടിച്ച്, എല്ലാവരും സഭയിൽ എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരേ മനസ്സോടെ ഇതിനോട് ഐക്യപ്പെട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യമേ ആരാധന, ചേർന്ന് പാടി സ്നേഹവാത്സല്യമേ ആരാധന. പാടാം. ദിവ്യകാരുണ്യമേ ആരാധന, സ്നേഹവാത്സല്യമേ ആരാധന. പാടാം. ദിവ്യകാരുണ്യമേ ആരാധന, സ്നേഹവാത്സല്യമേ ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, സ്നേഹവാത്സല്യമേ ആരാധന. ആരാധന, ചേർന്ന് ആരാധന, ആരാധന, കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന, 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 പവർ. ആരാധന, ആരാധന. പാടാം. കരങ്ങൾ താഴ്ത്തി 2 വശത്തെയും കരങ്ങളൊന്ന് അടിച്ച് കാലുകളൊന്ന് മാറ്റി മാറ്റി ചവിട്ടി സ്വാതന്ത്ര്യത്തിൽ ആരാധിക്കുക. മനസ്സ് തുറന്ന് ആരാധിക്കുക. ഹൃദയ പരമാർത്ഥതയോടെ ആ TV-യിലേക്ക് നോക്കി ഇതാ നമ്മുടെ കർത്താവിനെ ആ TV-യിൽ കണ്ട് മനസ്സ് തുറന്നൊന്ന് ആരാധിച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ അവിടെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവിലേക്ക് നോക്കുക. ഇതൊരപ്പമല്ല, യേശുവാണ്, ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെയാണ് ആരാധിക്കുന്നത്. കെട്ടുകൾ പൊട്ടിക്കുന്ന, ബന്ധനങ്ങൾ അഴിക്കുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് രാത്രി നടക്കും. വിശ്വാസത്തോടെ ആരാധിക്കുന്നു. ജീവനേകും നാഥനേ ആരാധന, ആരാധന. കർത്താദി കർത്തനേ ആരാധന. ചാർന്നുപാടി. ജീവനേകനാഥനേ ആരാധന, കർത്താദി കർത്തനേ ആരാധന. വിടുതൽ നൽകും നാഥനേ ആരാധന, വിടുതൽ നൽകുന്ന നാഥൻ. രാജാധിരാജനേ ആരാധന. പാടാം. വിടുതൽ നൽകുന്നാഥനേ ആരാധന, ഈശോയെ. രാജാധിരാജനേ ആരാധന. പവർ. ആരാധന, കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന. ആരാധന, വിശുദ്ധരോട് ചേർന്ന്, ആരാധന, മാലാഖമാരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് ആരാധന. ഉറക്കപ്പാടിക്ക് കരങ്ങൾ താഴ്ത്തി 2 വശത്തേക്കും കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്തേക്കൊക്കെ നോക്കി ഒന്ന് ചിരിച്ച് സന്തോഷത്തോടെ ഒന്ന് ആരാധിക്കുക. അപ്പൻ്റെ മുഖത്തേക്ക്, ഭാര്യയുടെ മുഖത്തേക്ക്, മക്കളുടെ മുഖത്തേക്കൊക്കെ നോക്കുക, സഹോദരങ്ങളുടെ മുഖത്തേക്കൊക്കെ നോക്കുക. ആ മുഖത്ത് ആരാധനയുടെ ഒരു പ്രകാശം ജ്വലിക്കട്ടെ. മലമുകളിൽ ആരാധിച്ചു വന്ന മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ ഇപ്പോൾ ആനന്ദം കൊണ്ട്, പരിശുദ്ധാഭിഷേകം കൊണ്ട് നിങ്ങളുടെ മുഖം പ്രകാശിക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും, കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. ആരാധിക്കുക.
സൗഖ്യത്തിൻ ശക്തിയെ ആരാധന ആരാധന. ദേവാദിദേവനെ ആരാധന പാടാം. സൗഖ്യത്തിൻ ശക്തിയെ ആരാധന. പരിശുദ്ധാത്മാവേ, ദേവാദിദേവനെ ആരാധന. യേശുവേ, വിടുതൽ നൽകും നാഥനെ ആരാധന പവർ, കർത്താദി കർത്തനെ ആരാധന വിടുതൽ, വിടുതൽ നൽകുന്നാഥനെ ആരാധന. കർത്താദി കർത്തനെ, കർത്താദി കർത്തനെ ആരാധന. യേശുവേ, ആരാധന 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 ചേർന്ന് പാടി. ആരാധന 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 ആത്മാവിൻ ഭോജ്യമേ ആരാധന രക്ഷ നൽകുമേശുവേ ആരാധന ആത്മാവിൻ ഭോജമേ ആരാധന. ഈശോയെ, രക്ഷ നൽകും യേശുവേ ആരാധന. കണ്ണുകൾ അടച്ച് ചേർന്ന് പാടുക. മനസ്സ് തുറന്ന് ആരാധിക്കുക. സാധിക്കുന്നവരെല്ലാം കണ്ണുകൾ അടച്ച് യേശുവിനെ മനസ്സിൽ കണ്ട് ശക്തമായിട്ട് ആരാധിക്കട്ടെ. ഈശോയെ, ഈശോയെ, ആരാധന ദൈവമേ, ആരാധന ദൈവമേ, ആരാധന കർത്താവേ, യേശുവേ, യേശുവേ. കരങ്ങൾ വീശി എല്ലാ വിശുദ്ധരോട് ചേർന്ന്, എല്ലാ മാലാക്കന്മാരോട് ചേർന്ന് നന്നായിട്ടൊന്ന് വീശിക്കേ. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി വീശി വാ തുറന്ന് പാടി. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പറമ്പിലൊക്കെ കേൾക്കാവുന്ന വിധത്തിൽ ശക്തമായി സ്തുതിപ്പുയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന. പോരാതരം തുറന്ന് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, നീ രോഗിയാണെങ്കിൽ ഇപ്പോൾ സ്തുതിക്കുക, നീ പാപത്തിലാണെങ്കിൽ സ്തുതിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ യേശുവിന്റെ നാമം വിളിക്കുക, യേശുവിന്റെ നാമം വിളിക്കുക. വലിയ കടബാധ്യതയിൽ, വലിയ ഭാരത്തിൽ, വലിയ ഞെരുക്കത്തിൽപ്പെട്ട് കിടക്കുന്ന ജീവിതമാണെങ്കിൽ കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ വിളിക്കുക. റോമ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കുന്ന രാത്രി. റോമ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രോഗത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, സഹനത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഇതാ വിടുതൽ പ്രാപിക്കുന്ന ഒരു രാത്രി. നിന്റെ യേശു നിന്നെ കാണുന്ന രാത്രി, നിന്റെ യേശു നിന്നെ തൊടുന്ന രാത്രി, അത്ഭുതങ്ങളുടെ രാത്രി. ദിവികാരന്റെ നാഥനെ ആരാധിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകമായി വരിക. കം ഹോളി സ്പിരിറ്റ്, ഫിൽ വിത്ത് ഫയർ. ഓരോരുത്തരും നിറയണമേ. ദൈവ ചൈതന്യം വ്യാപരിക്കട്ടെ, യേശുവിന്റെ ക്രമം നിറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഇനി ദയവായിട്ട് ആരും ഇരിക്കരുത്. അല്പം പരിത്യാഗം എടുത്ത്, അല്പം ത്യാഗത്തോടെ നമുക്ക് ആരാധനയിൽ പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എത്രയോ മണിക്കൂറുകളാണ് കുരിശിൽ കിടന്ന് നമുക്ക് വേണ്ടി സഹിച്ചത്. ഈ ആരാധനയിൽ അല്പം ത്യാഗം നമുക്ക് അനിവാര്യമാണ്. ഈ വേദനയുടെ നടുവിൽ, ദുഃഖത്തിൻ്റെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ നമ്മൾ ഈശോയുടെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുമ്പോൾ നമ്മുടെ ത്യാഗത്തിന് വിലയുണ്ട്. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഒരിക്കലും പറ്റാത്ത സ്നേഹം, ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹം നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ കൺമുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരുപാട് വേദനയിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടാകാം. ഈ COVID-19 എന്ന് പറയുന്ന ഈ വൈറസ് മൂലം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടാകാം. എന്നാൽ ഓർക്കുക, കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല, അവിടുത്തെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. അവിടുന്ന് ജീവിക്കുന്നവരായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഈശോ നമ്മെ പഠിപ്പിച്ചു. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നിടത്തോളം കാലം സഹനത്തിന്, ദുഃഖത്തിന്, രോഗത്തിന് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വേദനകളിൽ, ദുഃഖങ്ങളിൽ, തകർച്ചകളിൽ
രോഗങ്ങളിൽ ആശ്വാസം നൽകാൻ ഇതാ നിന്റെ കൺമുമ്പിൽ പരിശുദ്ധാത്മാവ് വന്ന് നിൽക്കുകയാണ്. അവിടുന്ന് ഒരു വ്യക്തിയാണ്, നിന്റെ കണ്ണീര് കാണുന്ന ദൈവം. അവിടുന്ന് വെറും ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയാണ്. അവൻ നിന്റെ മുമ്പിലുണ്ട്. നീ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിന്റെ അന്തരാത്മാവിൻ്റെ വേദനകൾ അറിഞ്ഞുകൊണ്ട് അവൻ അരികിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ സഹായിക്കുകയാണ്. എന്തിനെന്നറിയോ? കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സഹനങ്ങളിലൂടെ നിന്റെ ജീവിതം പോയപ്പോൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന വലിയ സഹനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി തരാൻ ദൈവത്തിൻ്റെ ആത്മാവ് തിരുമനസ്സായിട്ടുണ്ട്. അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും ദുഃഖങ്ങളിൽ, വേദനകളിൽ, ആ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിലേക്ക് കടന്നു വന്ന് സമാശ്വാസത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തും. അതുകൊണ്ട് കണ്ണുകളടയ്ക്കുക, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓ പാവനാത്മാവേ എന്ന് പാടുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. ഒരു ഉത്തമ സ്നേഹിതൻ നിന്റെ അരികിലുണ്ട്. അവനോടാണ് നീ ഇത് പറയുന്നത്. നിന്റെ വേദനകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ അവനത് അറിയുന്നുണ്ട്. അവിടുന്ന് അത് ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കണ്ണുകൾ അടയ്ക്കുക, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓരോരുത്തരും അറിയാമെങ്കിൽ കൂടെ പാടി, അല്ലെങ്കിൽ കണ്ണുകൾ ഒഴുന്ന കണ്ണുനീര് അത് താഴേക്ക് വീഴട്ടെ. ദൈവത്തോട് പറ, ദൈവമേ, ആരും സഹായിക്കാനില്ലാതെ എനിക്ക് ഈ സഹനത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ ഞെരുക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്. രോഗം എൻ്റെ ശരീരത്തെ കാർന്നു തിന്നുകയാണ്. കണ്ണുകളടച്ച് കണ്ണുനീരോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ കർത്താവേ, ജീവനില്ലാത്ത ജീവിതത്തിൻ്റെ വീശിടുക. ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ആത്മാർത്ഥമായി ഒന്ന് ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ, സ്നേഹമേ, ഒരുപാട് പേരുടെ മനസ്സ് തകർന്നു. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. കണ്ണുകളടച്ച് കരങ്ങൾ യാതൊരാരൂപം പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളെ അവയിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിനെ അതിജീവിക്കാൻ എനിക്ക് കഴിവില്ല. അവിടുന്ന് എന്നെ സഹായിക്കണം. രോഗം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, കടബാധ്യതകൾ വരുമ്പോൾ, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോവുകയാണ്. എൻ്റെ ആത്മാവ് ഇടിഞ്ഞു പോവുകയാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ശൂന്യതയിലേക്ക്, എൻ്റെ തകർന്ന മനസ്സിലേക്ക് ആശ്വാസമായി അവിടുന്ന് ഇപ്പോൾ ഈ രാത്രി എഴുന്നള്ളണമേ. എനിക്ക് മരിക്കണമെന്ന് പോലും ചിന്ത വരികയാണ്. ആത്മഹത്യയുടെ വക്കിലാണ് എൻ്റെ ജീവിതം നിൽക്കുന്നത്. മുന്നോട്ട് പോകാൻ വഴിയില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ നീ വരണമേ പരിശുദ്ധാത്മാവേ. ഓ പാവനാത്മാവേ,
എൻ ഹൃദയത്തിൽ പരിശുദ്ധ നിറഞ്ഞിടുക. നിറയണമേ പരിശുദ്ധ. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഈശോയേ, ഓ പാവനാത്മാവേ, ചേർന്ന് പാടിക്കുകയും ദാഹങ്ങളേറെയുള്ള അവിടെ നമ്മളെ സഹായകരാണ്. മനസ്സിൽ മോഹങ്ങളേറെയുള്ള പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ, നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തകർത്ത് കളയുന്ന തിന്മകളെ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിയാണ്. അഗ്നി നമ്മളിലേക്ക് വന്ന് നിറയുമ്പോൾ മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാകും. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ശക്തി നൽകുന്ന ആത്മാവേ, വേദനകളിൽ ആശ്വാസം നൽകുന്നവനെ, രോഗങ്ങളിൽ സൗഖ്യം നൽകുന്നവനെ, തണുത്തുറഞ്ഞു പോകുമ്പോൾ ചൂട് പിടിപ്പിക്കുന്നവനെ, അങ്ങ് വന്ന് നിറയണമേ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. എന്തുമാത്രം അഭിഷേകം വേണോ അത്രയും ശക്തിയോടെ, എന്തുമാത്രം കൃപ വേണോ അത്രയും ശക്തിയോടെ കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പോരാ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഗായകരോട് ചേർന്ന് ഉച്ചത്തിൽ സ്തുതിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ സൗഖ്യം നൽകുന്ന ആത്മാവേ, വിടുതലിന്റെ ആത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. വീണ്ടും ശക്തി നൽകുക, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, വീണ്ടും ശക്തി നൽകുക. പരിശുദ്ധാത്മാവേ, ശക്തി നൽകുക. നീ എന്നിൽ നിറഞ്ഞിടുക. ചേർന്ന് പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന വെളിപ്പെടുന്നു. മരവിച്ചു പോയ മനസ്സിന് ഇതാ പരിശുദ്ധാത്മ പുതുജീവൻ നൽകുന്നു. സ്തുതിക്കുക, ഓരോരുത്തരും സ്തുതിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഗ്ലോറി 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 ഗ്ലോറി. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറഞ്ഞു, യോഹന്നാൻ 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സഹായകൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ സഹായകനായ ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയോട് നീ പറയണം, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് താങ്ങണം, എന്നെ ഒന്ന് കൈപ്പിടിച്ച് നടത്തണം. ദൈവം അത് ചെയ്യും. തൻ്റെ ആത്മാവിനാൽ അത് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങളാണെങ്കിൽ നിരാശപ്പെടരുത്. ഇന്ന് രാത്രി
പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചുണർത്തും. തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ പറയുക. വ്യക്തിപരമായ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും കർത്താവിനോട് പറയുക. തൻ്റെ ആത്മാവിനാൽ അവിടുന്നെല്ലാം നവീകരിക്കട്ടെ. തൻ്റെ ആത്മാവിനാൽ പുതുജീവൻ അതിലെല്ലാം മേൽ ദൈവം ഒഴുക്കട്ടെ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ആശീർവാദത്തിന് തൊട്ട് മുൻപ് എല്ലാവരും മനസ്സുകൊണ്ട് ഈ ആശീർവാദ സമയത്ത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾക്ക്, ചുറ്റുപാടുകൾക്ക് എല്ലാം കർത്താവിൻ്റെ ആശീർവാദം കിട്ടും. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു അഭിഷേകം ഈ സമയത്ത് കർത്താവ് തുറക്കും. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ ആത്മാവിനാൽ നിറച്ച് നമ്മുടെ സഹനങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.